എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു ചോദിക്കുകയാ, ജീവിതം ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ കാറ്റിൽ പറത്തുന്നവര്, അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു പറയുകയാണ്, നീയൊക്കെ എവിടെ പോകാനാ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയൊക്കെ എവിടെ പോകാനാ? നമ്മൾ സാധാരണ പറയുമല്ലോ, ഓം തോടിയാൽ എവിടെ വരെ ഓടുമെന്ന്. ചെറുപ്പക്കാരാ, നീ എവിടെ പോകാനാടാ? അല്ലാഹു പറയുകയാ, നീയൊക്കെ എവിടെ പോയാലും അവസാനം എന്റെ മുമ്പിൽ തന്നെ നീ തിരിച്ചു വരുമല്ലോ. നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളെ പടച്ച റബ്ബ് മടക്കി കൊണ്ടുപോകുമല്ലോ. അല്ലാഹു പറയുകയാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാ. എന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാതെ നടന്നവനു, അതിനവഗണിച്ച മനുഷ്യ, അല്ലാഹു പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമോ. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയിട്ട് ഈ ജീവിതം ആസ്വദിക്കുന്ന യുവത്വമേ, ഈ ഉസ്താദന്മാരെ പരിഹസിക്കുന്ന യുവത്വമേ, അല്ലാഹു പറയുകയാ, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹനെ മറന്നു പോകരുത്, അഹങ്കാരികളാകരുത്. പടച്ച റബ്ബിന്റെ ദീനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളൊക്കെ ഇതിനെ അവഗണിച്ചുകൊണ്ട് നിസാരമാക്കിയിട്ട് അല്ലാഹനെ മറന്നു നടക്കുമ്പോ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു ഭയാനകമായ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാത്തവർക്ക്, അതിനെ നിസാരമായി കാണുന്നവർ, പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നവർ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്സുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ വനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുമ്പിൽ ഓതപ്പെട്ടിട്ട് ആ ആയത്ത് ഓതുന്നത് കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ.
അള്ള കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളോട് പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമിനോട് ചോദിക്കുകയാ, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും പറയുന്ന മറുപടി, ഉസ്താദേ വല്ലാത്ത പ്രയാസമാ, കച്ചവടമുണ്ടായിരുന്ന കടയായിരുന്നു, എല്ലാം തകർന്നു പോയി, ഒരുപാട് നഷ്ടമായി, ഒരുപാട് നഷ്ടമായി, ജീവിതം വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികമായി വല്ലാത്ത ഞെരുക്കമാണ്, സമാധാനമില്ല ഉസ്താദേ, സന്തോഷം നഷ്ടപ്പെട്ടു പോയി ഉസ്താദേ. പടച്ചവനെ, നമ്മളിൽ അധികം പേരും പറയുന്ന ഒരു മറുപടിയാ, ജീവിതത്തിൽ മറ്റാ വല്ലാത്ത ഒരു മാറ്റം വന്നു, എല്ലാം തകർന്നു പോയി, ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർന്നു പോയി. എന്തേ സംഭവിച്ചതെന്നറിയില്ല. കച്ചവടമുണ്ടായിരുന്ന കടയ്ക്കകത്ത് കച്ചവടമില്ല, സമാധാനമുണ്ടായിരുന്ന വീടിനകത്ത് സമാധാനമില്ല, സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി തകർന്നു പോയല്ലോ, വല്ലാത്ത പ്രയാസത്തിലാ. അതിന്റെ കാരണമാണോ പറയുന്നത്? അതിന്റെ കാരണമാണോ പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ. അല്ലാഹു നിന്റെ ദുനിയാവിലെ ജീവിതം അങ്ങ് ഇടുക്കമാക്കുകയാ. ദുനിയാവിലെ ജീവിതം വല്ലാത്ത ഇടുക്കമാക്കുകയാണ്. പഴയതുപോലെ കച്ചവടമില്ല, പഴയതുപോലെ സമ്പത്തില്ല. പടച്ചവനെ, സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, വല്ലാത്ത ഞെരുക്കമാണ്. ഉസ്താദേ, പണമുള്ളവൻ പറയുകയാ, ആവശ്യത്തിന് പണമുണ്ട്, കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, കൂടെ കിടക്കാൻ ഭാര്യയുണ്ട്, കൂടെ നടക്കാൻ മക്കളുണ്ട്, എല്ലാം ഉള്ളവനും പറയുന്നത് ഉസ്താദേ മരിച്ചാ മതി, ഉസ്താദേ മരിച്ചാ മതി, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന ഉസ്താദ്. അതിന്റെ കാരണം എന്തെന്നറിയോ? അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ, പടച്ച റബ്ബ് തന്ന ശിക്ഷയാടോ. നീ അല്ലാഹുവിന്റെ കലാമിനെ കളിയാക്കിയപ്പോ, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിച്ചപ്പോ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ നിങ്ങളൊക്കെ നിസാരമാക്കിയപ്പോ, അല്ലാഹുവിന്റെ കലാമല്ലേ, പടച്ച റബ്ബിന്റെ കലാമല്ലേ, അതിനെ പരിഗണിക്കാതെ വന്നപ്പോ അല്ലാഹു തന്ന ശിക്ഷയാ. ജീവിതത്തിലെ സർവ്വതം നഷ്ടപ്പെട്ടു പോയല്ലോ, സമാധാനം നഷ്ടപ്പെട്ടു പോയല്ലോ, എല്ലാം തകർന്നു പോയിട്ട് ഇന്ന് നിന്റെ ജീവിതം കണ്ണീരാണല്ലോ, നിന്റെ കുടുംബം ഇന്ന് ഉറക്കമില്ലാത്ത കുടുംബമായി മാറിയല്ലോ. അതിന്റെ കാരണമാ പറയുന്നത്, അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹ് അവന് കൊടുക്കുന്ന ശിക്ഷയാ. ഇവിടെ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, അല്ലാഹു പറയുകയാ, പടച്ചവനെ, നാളെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. ദുനിയാവില് മാത്രമല്ല, ദുനിയാവില് മാത്രമല്ല, പടച്ചവനെ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞുകൊണ്ട് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാ, ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ റബ്ബേ, ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, ഇന്നെന്തു പറ്റി പടച്ചവര്? കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അല്ലാഹുവേ എന്തു പറ്റിയെന്ന് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുകയാ, കാല കദാലിക അത്തതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പറഞ്ഞതെന്നല്ലോ, മക്കളെ നീ പാവപ്പെട്ടവരെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന സമ്പത്ത് നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഒരു പരീക്ഷണ വസ്തുവാ. ഇത് പാവപ്പെട്ടവന്റെ അവകാശപ്പെട്ടത് കൊടുക്കട്, നീ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾക്ക് കൊടുക്കട്, രോഗികൾക്ക് കൊടുക്കട്, ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കട്. നിങ്ങൾ ഒരുപാട് സദഖ ചെയ്യട്. ഇതാണ് പ്രതിഫലമെന്ന് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, ക്യാൻസർ പിടിച്ചവന്, മാരകമായ രോഗം പിടിച്ചവന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയിട്ട് കൊടുത്തില്ലല്ലോ, പരിഗണിച്ചില്ലല്ലോ, അവഗണിച്ചില്ലേ, നിസ്സാരമാക്കിയില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 15 മക്കള് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലിരുന്ന് ഹാഫിളീങ്ങളായിട്ട് ഇന്ന് സനദ് വാങ്ങിയിട്ട് നിരന്നിരിക്കുന്നല്ലോ. ഒരുപാട് മക്കള് പഠിക്കുന്ന സ്ഥാപനമാണല്ലോ. ഈ നാടിന്റെ വെളിച്ചമല്ലേ, ഈ നാടിന്റെ ഐശ്വര്യമല്ലേ. അൽഹംദുലില്ലാഹ്. ഉസ്താദേ, സ്ഥാപനത്തിനെ സഹായിച്ചവരോട് പറയുകയാ, ഈ 15 മക്കള് ഹാഫിളീങ്ങളായ മക്കള്, ഇവർക്ക് ഭക്ഷണം കൊടുത്ത ഉപ്പാ, നിനക്ക് എത്ര വലിയ പ്രതിഫലമാ റബ്ബ് തരുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറയുകയാ, അല്ലാഹുവേ, നിങ്ങൾ ആ കലാമിനെ അവഗണിക്കാതെ വരുമ്പോ, അതിനെ നിങ്ങൾ നിസാരമാക്കുമ്പോ, അല്ലാഹു തരുന്ന ശിക്ഷ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടുകയാ. ഹസ്റത്ത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്കൊരവസരം തരികയാണ്, പടച്ച റബ്ബ് നിങ്ങൾക്കൊരവസരം തരികയാ. അൽഹംദുലില്ലാഹ്. ഈ 15 മക്കള് പടച്ച റബ്ബേ നിങ്ങൾ കൊടുത്ത ഭക്ഷണം കഴിച്ചവരാ. നിങ്ങളുടെ പലരുടെയും സഹായത്തിലൂടെയാണ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഇവിടെ നടന്നു പോകുന്നത്. ഇതാടോ അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ ആരൊക്കെ സഹായിച്ചവരുണ്ടോ, അവരുടെ ദുനിയാവ് ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇന്ന് ലോകത്ത് സമാധാനമില്ലടോ, പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന് സമാധാനമില്ല. വല്ലാത്ത പ്രയാസം. നമ്മളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ വളരെ പരിതാപകരമായുള്ള അവസ്ഥകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സമുദായം എന്താണ്? ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ഉമ്മത്ത് അഹങ്കരിക്കുമ്പോ മറ്റൊരു അവസരം മറ്റൊരു ഭാഗത്ത് നടക്കുന്നത് എന്താ? നമ്മൾ സാധാരണ പറയാറുണ്ട്, മാതാവ് പറയണ്ട്, ഉമ്മ പിതാവിനെ കാണിച്ചു തരും. ഉമ്മ ആരാണ് വാപ്പ എന്ന് മക്കൾക്ക് കാണിച്ചു കൊടുക്കും. മാതാവ് പിതാവിനെ കാണിച്ചു കൊടുക്കും. പിതാവ് ഗുരുവിനെ കാണിച്ചു കൊടുക്കും. ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കുമെന്നാ. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ കാണുകയോ, പടച്ചോനെ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ടീച്ചർ ദൈവം ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ, ആ ടീച്ചർ കുട്ടികളോട് പറയുകയാ തല്ലാൻ. മുസ്ലിമായ ഒരു കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തല്ലാൻ പഠിപ്പിച്ചു കൊടുക്കുക, കാണിച്ചു കൊടുക്കുന്ന രംഗം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ 4 കാലുകളെക്കാളും കഷ്ടമായി പോകുന്നു ഖുർആൻ. ബൽഹും അളല്ല്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ക്രൂരമായ രീതിയിൽ എങ്ങനെ കഴിയുന്നു? അല്ലാഹുവേ, പടച്ചവനെ, കൂടെ പഠിക്കുന്ന കുട്ടികളോട് പറയാ, ഒരു അധ്യാപക പറയുന്നു തല്ലാൻ. എവിടെയാ നിൽക്കുന്ന ഈ രാജ്യം? നിങ്ങൾ ചിന്തിക്കടോ. ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു ആ കുടുംബം മാറാകട്ടെ. നമ്മൾ എവിടേക്കാ മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഈ അടുത്ത് മരണപ്പെട്ടു പോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പണ്ട് ഒരു കുട്ടി ഒരു കത്തെഴുതുമ്പോ പറയുന്നുണ്ട്, എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീടില്ല, ഒരു വീട് വെക്കാൻ സഹായിക്കണോ. നമ്മൾ കൂടെ പഠിക്കുന്ന
കൂടെ പഠിക്കുന്ന എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീടില്ല, അതുകൊണ്ട് വീട് വെക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് മുൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ, പണ്ടങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സുഖമില്ല എന്നറിഞ്ഞാൽ സഹായിക്കാൻ ആ ക്ലാസ്സിലെ കുട്ടികൾ, ആ സ്കൂളിലെ കുട്ടികൾ മുഴുവനും തയ്യാറാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കൂടെ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ടീച്ചർ ഓരോ കുട്ടികളോട് അടിക്കാൻ പറയുമ്പോഴും ചില കുട്ടികൾക്ക് അടിക്കാൻ പറ്റുന്നില്ലടോ. കൂട്ടുകാരനായ പൊന്നുമോൻ അടിക്കാൻ. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്ത് എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിന് സമാധാനം നൽകുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിന് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനമില്ലടോ നമുക്ക്. ചിരിയും കളിയൊക്കെ ഉണ്ട് എനിക്ക് നിങ്ങൾക്കും. എല്ലാവർക്കും നല്ല നല്ല വസ്ത്രമുണ്ട്, വണ്ടിയുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സമാധാനം കിട്ടുന്നില്ല. പലരും പറയുന്നത്, ഉസ്താദെ നല്ല കച്ചവടമുണ്ടായിരുന്ന കടയായിരുന്നു, സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു, ഇപ്പൊ എല്ലാം പോയി ഉസ്താദെ, എന്തോ പ്രയാസം, സമാധാനമില്ല. അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. എന്താ ഇതിന്റെ കാരണം? സമാധാനം കിട്ടാനുള്ള വഴി എന്താ? എന്താണ് സമാധാനം കിട്ടാൻ? ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഒരു വീട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന. വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. അതുകൊണ്ടാണ് ഊട്ടിയിലാണെങ്കിലും കൊടൈക്കനാലിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും മൈസൂരിലാണെങ്കിലും എവിടെ കറങ്ങാൻ പോയാലും അവസാനം പറയണ എന്താ? വീടെത്തിയാൽ മതിയായിരുന്നു പടച്ചോനെ, സമാധാനം. വീട് സമാധാനം കൊടുക്കും. എന്നാൽ ഇന്ന് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, ഇന്ന് നമ്മുടെ വീടിനകത്ത് സന്തോഷമില്ല, ഒരു ബർക്കത്തില്ല, റഹ്മത്തില്ല, റഹ്മത്തിന്റെ മാലാകമാരില്ല. ഭാര്യയും ഭർത്താവും തമ്മാക്ക് തണ്ട് കഴിഞ്ഞാൽ കീരിയും പാമ്പിനെ പോലെ ആകെ ഇല്ലാത്ത പ്രയാസം, സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മുടെ വീടുകളിൽ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ചിലർ ചോദിക്കണം, ഉസ്താദെ കന്നിമൂല ശരിയാകാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അടുക്കള ഇങ്ങോട്ട് വന്നത് കൊണ്ടാണോ, ബാത്റൂം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ, വാതിൽ ഇങ്ങോട്ടായത് കൊണ്ടാണോ? അങ്ങനെ ചില വസ്വാസുകൾ. അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിനകത്തുണ്ടായിരുന്ന സർവ്വ ബറക്കത്തും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം? ഒന്നാ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ വീടിനകത്തുള്ള എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്താണ്? ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതിനുള്ള യഥാർത്ഥ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം. 10 മണി കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, ഇനിയും 15 മിനിറ്റ് ഉണ്ടല്ലോ. ആൾക്കാർ ചിലർ വാച്ചൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട്, ഞാൻ കാണാനായിരിക്കും. ഇനിയും 15 മിനിറ്റ് ഉണ്ട്. എടോ, നിങ്ങളുടെ വീടിനകത്ത് ആരെങ്കിലും തകട് കുഴിച്ചിട്ടതൊന്നുമല്ല പ്രശ്നം. എന്താണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആകാൻ, സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം? ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ ഭൂമിയിൽ ഇരുന്ന് കരയുന്നുണ്ട്. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നല്ലതല്ല. നിങ്ങളുടെ വീടിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം, നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരാൾ കരയുന്നുണ്ട്. ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ആ കണ്ണുനീര് നിങ്ങൾ തുടച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് മുതൽ സന്തോഷവും സമാധാനവും ആ റഹ്മത്തും ബറക്കത്തും എല്ലാം അല്ലാഹ് തിരിച്ചു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹു നമ്മെ പൈസ ഒന്നും ചോദിച്ചില്ല. വയല് കഴിഞ്ഞ് വീട്ടിൽ പോകുക, വീടിനകത്തിരുന്ന് കരയുന്ന ആളുടെ കണ്ണുനീര് തുടയ്ക്കുക. എല്ലാം തീരും, എല്ലാം തിരിച്ചു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ. വീട്ടിൽ ഖുർആനുള്ളവരൊക്കെ കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്ന് ഖുർആൻ തൊട്ടവരൊക്കെ വന്ന് കൈവക്കിക്കേ. താഴ്ത്തിയിട്ടോ? ഇപ്പൊ മനസ്സിലായോ? ഒരു വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ട്. ഒരു വീടിനകത്ത് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ട്. ആ വീട്ടുകാരാ ഖുർആൻ എടുത്തു പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ആ കണ്ണുനീര് വീണാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ ആ വീട് രക്ഷപ്പെടുവോ? ഉറക്കപ്പറ രക്ഷപ്പെടുവോ? ഇപ്പൊ മനസ്സിലായോ എന്താ കാരണം? പണ്ട് നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, ഇവിടെ നമ്മൾ എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്ത് വീട് വെച്ചാലും നമ്മളൊക്കെ ജനിച്ചു വളർന്ന ആ കുടുംബ വീടെന്ന് പറയുന്ന ഒരു ചെറിയ വീട്ടിൽ കിട്ടിയ സന്തോഷം ഈ കൊട്ടാരത്തിൽ കിട്ടൂല. എന്തേ കാരണം?
അന്ന് വലിയ വാർപ്പ് വീടോ AC ഒന്നുമില്ല. എല്ലാം കൂടെ ഒരു ഹാള് കാണും. പടച്ചവനെ നിരന്ന് കിടക്കും. ചിലപ്പോ ഈ ഉടുത്ത മുണ്ടായിരിക്കും എടുത്ത് പുതയ്ക്കണത്. സുബ്ഹാനല്ലാഹ്. അന്ന് ഡബിൾ കോട്ട് കട്ടിലോ മെത്ത എന്താന്ന് പോലും അറിയത്തില്ല. ഒരു പുതപ്പ് വിരിച്ചിട്ട് കിടക്കും. എന്നാ സുഖമെന്നറിയോ? അതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മുടെ ഉമ്മ, മരിച്ചുപോയവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ മഗ്രിബിന് മുമ്പ് ഉളുവെടുത്തിട്ട് നിസ്കാരപ്പായിൽ വന്നിരിക്കും. എന്നിട്ട് പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായിൽ ഇരുന്ന് ദിക്ർ പറയും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഫർള് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഉമ്മ നേരെ ഖുർആൻ എടുക്കും. അള്ളാന്റെ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തു റഹ്മാൻ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് ഓതും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ. നമ്മുടെ ഉമ്മ സൂറത്തുൽ വാഖിഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത്, അല്ലാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. വാപ്പ എങ്ങനാ 3 പെങ്ങന്മാരെ സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ചത്? പിരിവെടുത്തിട്ടായിരുന്നില്ല. കൂലിപ്പണിക്കാരനായ വാപ്പ ലോൺ എടുത്തിട്ടല്ല പെങ്ങളെ കെട്ടിച്ചത്. സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ ഓതുന്നോ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല. സൂറത്തുൽ മുൽക്ക് പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ അറിയാം അതിന്റെ മഹത്വം. സൂറത്തു റഹ്മാൻ, റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീട്ടിൽ വരും. സൂറത്തു റഹ്മാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നോ അവിടെ അള്ളാന്റെ മലക്കുകൾ വരും. സൂറത്തു സജദ ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനാണോ ഓതിയത് അള്ളാഹു തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ ഉമ്മ മഗ്രിബ് കഴിഞ്ഞാൽ ഈ 5 സൂറത്തുകൾ ഓതാതെ ഉറങ്ങില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് മഗ്രിബ് കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണും പിള്ള റിമോട്ട് എടുക്കും, ഏസ്നെറ്റ് ഇടും, മലയാള മനോരമ ഇടും, ഇങ്ങനെ കൈരളിയിടും, സൂര്യ ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ അവസ്ഥ. ഇതാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുകയാ, നിങ്ങൾക്ക് അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം തരണോ? ഇന്ന് വഅദ് കഴിഞ്ഞ് ഈ ഹാഫിളീങ്ങളായ മക്കളെ സാക്ഷി നിർത്തി ഇന്ന് ഇവിടെ ഇരുന്ന് തൗബ ചെയ്തിട്ട് വീട്ടിൽ പോകണം, ഒളുവെടുക്കണം, വീട് തുറക്കണം, അകത്ത് കയറണം. ചെലന്തി വല കാണും, ചിലപ്പോ പൊടി കാണും. ആ ഖുർആനിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ചു കളഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അതൊന്ന് തുറന്നിട്ടൊന്ന് ചുംബിച്ച് ആ കണ്ണുനീര് തുടയ്ക്ക്. നിനക്ക് അല്ലാഹു എല്ലാം തിരിച്ചു തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വേണ്ടവര് ചെയ്യപ്പ, എനിക്കൊരു നിർബന്ധവും ഇല്ല. എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് ബർക്കത്തുണ്ടാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും ഓതല്ലേ? ഖുർആൻ എടുക്കൂലേ? ഖുർആൻ എടുക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കണം. എല്ലാ ദിവസവും ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യൂലേ? 114 സൂറത്തുണ്ട്. ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. 3 ആയത്ത്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അതിനെക്കാളും ചെറിയ സൂറത്തൊന്നുമില്ല. അൽഹംദുലില്ലാഹ് ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ നോക്കി ഓത്. കാണാതെ ഓതണ്ട. കാണാതെ ഓതുന്നത് നമ്മുടെ ഉസ്താദ് എപ്പോഴും പറയും, കണ്ടു ഓതല ഏറ്റവും പ്രതിഫലം കൂടുതൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇടങ്ങായി ഹാഫിളീങ്ങൾ കണ്ടു ഓതുന്നതിനല്ലേ പ്രതിഫലം കൂടുതൽ. എന്ത് ചെയ്യണം? ഖുർആൻ എന്തോതണം? കാണാതെ ഓതാൻ അറിയെങ്കിലും കണ്ടോതണം. കണ്ടോതുന്നതിന് പ്രതിഫലം കൂടുതലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സൂറത്ത് പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്തിനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടാൽ തന്നെ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്തിനെ ഓതണോ? ഇഷ്ടപ്പെട്ടാ മതി. ഒരു ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകും. അല്ലാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് സൂറത്ത്? സൂറത്ത് ഖുർആനിൽ 114 സൂറത്തുണ്ട്. 112ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഇഖ്ലാസ്. ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തിനെ സ്നേഹിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസാ ഓതുന്നേ. ഞങ്ങളുടെ അമീർ എപ്പോ നിസ്കരിക്കുമ്പോഴും ഏത് സൂറത്താ ഓതണേ? ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് മാത്രമേ ഓതണല്ലോ. അതുകൊണ്ട് വലിയ സൂറത്തുകൾ ഓതുന്നില്ല എന്ന് നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ഈ സ്വഹാബിയോട് നബിതങ്ങൾ ചോദിച്ചു, നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, നീ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, എന്തേ കാരണം? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാ. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, വേറെയും ഖുർആനിൽ സൂറത്തുണ്ടല്ലോ, 114 ഉണ്ടല്ലോ, ഈ ഒരു അധ്യായത്തിനോട് മാത്രം ഇത്ര സ്നേഹമെന്തേ? അപ്പൊ സഹാബി പറഞ്ഞു, അള്ളാഹയെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്താ, അള്ളാഹയെ കുറിച്ച് പറയുന്ന സൂറത്താ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, അതുകൊണ്ടാണ് ഞാൻ ഓതുന്നത്. നബിതങ്ങൾ പറഞ്ഞു, പൊക്കോളാൻ. ആ സ്വഹാബി നടന്നു പോകുമ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് അറിയാത്ത ആരുമില്ലടോ, എല്ലാവർക്കും ഓതാൻ അറിയാം. മദ്രസയിൽ പോയിട്ടില്ലാത്ത മനുഷ്യനും ഈ സൂറത്ത് ഓതാൻ അറിയാം. ഇന്നു മുതൽ നമുക്ക് പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ചെയ്യുന്നവന് അള്ളാഹു 6 പ്രതിഫലം തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഈ ഒറ്റ സൂറത്ത് ഓതുന്ന മനുഷ്യന് എത്ര പ്രതിഫലം? 6 പ്രതിഫലം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കൂലേ ഇൻഷാ അല്ലാഹ്? ഈ 10 മിനിറ്റ് അൽഹംദുലില്ലാ, ഒരു 10 മിനിറ്റ് ഇരിക്ക്. ഈ 6 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ പ്രതിഫലം അർദുൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി മക്കളെ പോലും അറിയാത്തൊരവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. റിയാസ് ഉസ്താദാണെന്ന് തോന്നുന്നു, അത് എനിക്ക് മുമ്പ് ആരോ അവരുടെ 25 കൊല്ലമായിട്ട് ഉസ്താദിനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലായിരുന്നു. ഉസ്താദ് പറഞ്ഞു, ഹജ്ജ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ കുറിച്ച്. ആ ഉസ്താദിന്റെ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു ഭാഗ്യം, ഓർമ്മ എപ്പോഴും ഉണ്ടാകും. ഈ ഉസ്താദന്മാരൊക്കെ മരിക്കുന്ന സമയം അവര് പറയണം, ഞങ്ങൾക്ക് പഠിപ്പിക്കണം. ഇതാ അവരുടെ ചിന്ത. അള്ളാന്റെ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, അവരുടെ ബുദ്ധി മറിഞ്ഞു പോകൂല. ഇത് ഭാര്യയാണ്, ഇത് മകനാണ്, ഇത് കൂടപ്പറപ്പാണ്, ഇത് കൂട്ടുകാരനാണ്. മരിക്കുന്ന ദിവസവും ഓർമ്മയുണ്ടാകും. കുടുംബക്കാര് തന്നെ ആഗ്രഹിക്കാറില്ലേ? സ്വന്തം മക്കൾ തന്നെ ആഗ്രഹിക്കാറില്ലേ വാപ്പ ഒന്ന് മരിക്കാൻ? കിടന്ന കിടപ്പി കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്നു ഉസ്താദെ, സങ്കടം വരുന്നു ഉസ്താദെ. എന്താണോ ഹൈറ് നടക്കുന്നത്? ഞാൻ മരണമാണ് ഹൈറെങ്കിൽ നടത്താൻ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന അവസ്ഥ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ ഉസ്താദേ ഇന്ന് മുതൽ ഓതുമെന്ന് തീരുമാനമെടുത്ത വാപ്പാ, അള്ളാഹു തരുന്ന പ്രതിഫലമാ പറയുന്നത്. നബി തങ്ങൾ പറയുകയാ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ വാപ്പാ? അർദുൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഒരാളെയും തിരിച്ചറിയാൻ കഴിയാതെ പടച്ചവനെ നിന്റെ കുടുംബക്കാരെ മുഴുവനും നിന്റെ മരണം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരവസ്ഥ അള്ളാഹു നിനക്ക് തരൂല. പടച്ചവനെ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുപെടുത്തിട്ട് നടക്കണ്ടേ വാപ്പാ, നിസ്കരിക്കണ്ടേ പെങ്ങള്, പടച്ചവനെ ഒതുവോടുകൂടി ജീവിക്കണ്ടേ പെങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് അള്ളാഹു ഇങ്ങനെ ഒരവസ്ഥ തരൂല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. എപ്പോഴെവിടെ വെച്ച് ഏത് രീതിയിലാണ് മരണം കടന്നു വരുന്നതെന്നറിയില്ലോ. അത് വഅദ് പറയുമ്പോഴാണോ, വഅദ് കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, വാഹനത്തിനകത്താണോ, പടച്ചവനെ ഹോസ്പിറ്റലിന്റെ ഐസിയുവിലാണോ, പള്ളിക്കകത്താണോ, നിസ്കാരപ്പായിലാണോ, എവിടെ വെച്ചാണ് മരണം നിന്നെ തേടി വരുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ. എപ്പോ വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. എപ്പോഴാണ് മരണം വരുന്നതെങ്കിലും എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. മരിക്കൂ
മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? അല്ലാഹു പറയുകയാ, വാപ്പാ വെറുതെ മരിച്ചാ പോരാ, പെങ്ങളെ എവിടെയെങ്കിലും കിടന്ന് മരിച്ചാ പോരാ, മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങൾ ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, ഈമാനോടുകൂടിയേ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, വാപ്പാ ഒരു നല്ല മരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങള്, പടച്ചറപ്പേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കാൻ കഴിയോ? നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുമോ? അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും പാപ്പാ. അല്ലാഹു നിനക്ക് ഈമാനുള്ള ഒരു മരണം തരികയോ? വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ശഹീദിനെ പോലെ മരിക്കണ്ടേ, അല്ലാഹുവിന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ചു, ആ റൂഹ് നിന്റെ തൊണ്ടക്കുടിയിൽ കൊണ്ടുവരുമ്പോ, ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹു നന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായി പറയേണ്ട വാക്കേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. ഈമാനോട് പണിയണം മരിക്കാൻ. ഈമാനുള്ള ഒരു മരണമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എവിടെ കിടന്ന് മരിച്ചാലും നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം നിനക്ക് ഈമാനുള്ള ഒരു മരണമാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് മയ്യത്തുകൾ കണ്ടവരാ, ജീവിതത്തിൽ ഒരുപാട് മയ്യത്ത് കണ്ടവരാണ്. എന്നാൽ ആ കണ്ട മയ്യത്തുകളെ മുഴുവനും ഓർമ്മയില്ല. ഒരുപാട് ജനാസ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാ ജനാസകളും നമുക്ക് ഓർമ്മയില്ല. എന്നാ ചില മുഖം നമുക്ക് നല്ല ഓർമ്മയുണ്ട്, ചിലരുടെ മുഖം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. വല്ലാത്ത പ്രകാശമായിരുന്നു അവരുടെ മുഖത്ത്, വല്ലാത്ത പ്രകാശമായിരുന്നു അവരുടെ ചുണ്ടിൽ, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. റബ്ബേ, അവരുറങ്ങും പോലെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവര് നിന്നെ മറക്കൂല വാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി ജീവിച്ചിരുന്ന നിന്റെ മാതാവ് മരിച്ചു കിടന്നപ്പോ ഉമ്മാടെ മുഖമൊന്ന് ഓർത്തു നോക്കൂ. പടച്ചവനെ, അതാ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വാക്യ ഓതിയ, മുൽക്കോതിയ, സജദ ഓതിയ, പടച്ചവനെ നിന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചെന്ന് കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് റൂമിനകത്തേക്ക് ഓടിച്ചെന്നപ്പോ റൂമിനകത്തു വല്ലാത്ത സുഗന്ധമാ. ഉമ്മാടെ മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത പ്രകാശമാണ്. പടച്ചവരെ, ഉമ്മ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ഉമ്മാടെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. പടച്ചറപ്പേ, ഇതുപോലെ ഒരു മരണമാടോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ജനാസ കണ്ടവരെ മറക്കൂല. എല്ലാവരും പറയും, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. മയ്യത്ത് കണ്ടവര് പറയുന്ന ഒരു മരണമാ നിനക്ക് വേണ്ടത്. ഇത് മൂന്നാമത്തെ പ്രതിഫലമാ, ഇത് മൂന്നാമത്തെ പ്രതിഫലമാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, എല്ലാവരും ഓണ
ഓണത്തിന്റെ ആഘോഷങ്ങളിൽ നടക്കുമ്പോ ഈ വഅദിന്റെ സദസ്സിൽ കടന്നു വന്നിരുന്നിട്ട് ഉസ്താദേ എന്ന് മുതൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ കൈകൊണ്ടെടുക്കും. ഉസ്താദേ നിങ്ങൾ പറഞ്ഞ സൂറത്ത് ഞാൻ പാരായണം ചെയ്യും. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ആ ഖുർആനിനെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് നിയ്യത്ത് ചെയ്ത ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പുറകിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാ. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, അവസാനം നിന്റെ ജനാസയെടുത്ത് വീടിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ഒരുക്കി കിട്ടിരുന്ന സ്ഥലത്ത് മലർത്തി കിടത്തുകയാ. അവിടെ നിന്ന് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാണ്. നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്. നജസ്സുകൾ മുഴുവനും ഒഴിവാക്കുകയാണ്. നിന്റെ മയ്യത്ത് നല്ലതുപോലെ കുളിപ്പിക്കുകയാ. സുഗന്ധമിട്ട വെള്ളം നിന്റെ ശരീരത്ത് പിടിക്കുകയാണ്. പടച്ചവരെ, ഒന്നുപടിപ്പിക്കുകയാ. അവിടെ നിന്ന് നിന്നെ ഒന്നുപടിപ്പിച്ചു നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ജീവിതത്തിൽ ഇന്ന് വരും ധരിക്കാത്ത, ഇന്ന് വരെ നീ ധരിച്ചിട്ടില്ലാത്ത വെള്ള തുണിക്കകത്ത് നിന്റെ ജനാസയങ്ങ് പൊതിയുകയാ. എന്നിട്ടതാ മരണ വീട്ടില് തടിച്ചുകൂടി നിൽക്കുന്നവരോട് പറയുന്നു, എല്ലാവരും മാറി നിൽക്കൂ, എല്ലാവരും മാറി നിൽക്കൂ. അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് പടച്ചവരെ, നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാ. വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില് നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുകയാണ്. പടച്ചവരെ, നീ വിളിക്കാതെ തന്നെ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പടച്ചവനെ, എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ആരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? നിനക്കുള്ള ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാ. എന്നിട്ട് വിളിച്ചു പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ, പൊതിയാ പോകുകയാണ്. പടച്ചവനെ, നിന്നെ അവസാനമായിട്ടൊന്ന് കാണാൻ നിന്റെ വീടിനകത്ത് വല്ലാത്ത തിരക്ക് കൂട്ടുകയാ. എല്ലാവരും നിന്നെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിയാൻ, കണ്ടതൊക്കെ മതി പൊതിയാൻ. അല്ലാഹുവേ, 3 കഷ്ടം വെള്ള തുണിയിൽ നിന്റെ ജനാസ പൊതിഞ്ഞു. പള്ളിയിൽ നിന്ന് വാഹനം വന്നടോ. മയ്യത്ത് കട്ടില് സന്തൂക്കം എന്ന് പറയുന്ന വാഹനം നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നല്ലോ. എടുത്തും മലർത്തി കിടത്തുകയാ. ഇനി ചുമക്കാൻ പോകുകയാ, ഇനി ചുമക്കാൻ പോകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, VVIPകൾ മരിച്ച VVIPകൾ വരുമല്ലോ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ പടച്ചവനെ മണിക്കൂറുകളിൽ ലക്ഷക്കണക്കിന് ജനങ്ങള് അവിടെ ആദരവ് കൊടുത്ത് ജനാസ കൊണ്ടുപോയല്ലോ. VVIPകൾ കാണാമെന്നല്ലോ. മോനെ, VVIPകൾ മരിച്ചാൽ അങ്ങനെയാടാ. ഈ നാട്ടുകാർ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ച VVIPകൾ കാണാൻ വരുമെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 14 ഹാഫിളീങ്ങള് ഇന്ന് സനദ് വാങ്ങിയിട്ടിരിക്കുന്ന മക്കളെ, നിങ്ങളൊക്കെ VVIPകളാ.
കാടാ. നിങ്ങളൊക്കെ VIP കളാ. നിങ്ങളൊക്കെ മരിക്കുമ്പോ നിങ്ങളുടെ മയ്യത്ത് ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, നിസ്കരിക്കാത്തവനല്ല, സിർക്ക് ചെയ്യുന്നവനല്ല, അഹങ്കാരികളല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ അള്ളാഹുവിന്റെ ആൾക്കാരാ. അവര് സാധാരണ ആൾക്കാരല്ല. വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. ഖുർആന്റെ അഹ്ലുകാരെന്നറിയോ? അവര് സാധാരണ ആൾക്കാരല്ല. അവര് സാധാരണ ആൾക്കാരല്ല. അവര് ലോക്കലല്ലടോ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവര് അള്ളാഹുവിന്റെ VIP കളാ. അഹ്ലുൽ ഖുർആൻ ഖാസുല്ലാഹ്. അവർ അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരാ. ഈ മക്കള് മരിച്ചാ ഇവരുടെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനും പെണ്ണുപിടിയനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനുമല്ല. ഇവര് മരിക്കുമ്പോ VIP കൾ വരുമടോ. ഈ മക്കള് മരിക്കുമ്പോ VIP കൾ വരുമടോ. അവരാ മയ്യത്ത് ചുമക്കുന്നത്. അവരാ മയ്യത്ത് ചുമക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരാ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പടച്ചവനെ വീടിനകത്തിരുന്ന് പെൺകുട്ടികളും നിന്റെ മരുമക്കളും സീരിയൽ കണ്ടപ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയ ഉമ്മ, നിന്റെ ജനാസ ചുമക്കാൻ VIP വരും ഉമ്മ. ആരാ VIP കളെന്നറിയോ? അള്ളാഹുവിന്റെ സൈന്യം വരികയാ. നീ അള്ളാഹുവിന്റെ അടുത്ത ആളല്ലേ? നീ അള്ളാഹുവിന്റെ VIP അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ടവനല്ലേ? അതുകൊണ്ട് നിന്റെ ജനാസ ചുമക്കാ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്നോ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ. നിന്റെ ജനാസ ചുമക്കാ. ചില ജനാസ ചുമക്കുമ്പോ ഭാരമില്ലടോ. ചില മയ്യത്ത് ചുമക്കുമ്പോ ഭാരമില്ല. ജനങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾ ചുമക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. കാരണം ചിലരുടെ ജനാസയ്ക്ക് ഭാരമില്ല, ചിലരുടെ ജനാസയ്ക്ക് വല്ലാത്ത ഭാരമാ. ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഉമ്മമാര്, മക്കളെ ഹാഫിളീങ്ങളാക്കിയ ഉമ്മമാര്, നിങ്ങളുടെ പൊന്നുമോന്റെ പ്രതിഫലവാ. നിങ്ങളുടെ പൊന്നാര മകന് പടച്ച റബ്ബി കൊടുക്കുന്ന പദവിയാ. അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന സ്ഥാനമാ. ഇത് 4ാമത്തെ പ്രതിഫലമാടോ. ഇത് 4ാമത്തെ പ്രതിഫലമാടോ. ഇനി 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരാളെ കരയിപ്പിക്കണം ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട് പറയുകയാ, വാപ്പാ നീ മരിച്ച നിന്റെ വീടിനകത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പറപ്പും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരും എല്ലാവരും കരയുമല്ലോ. എങ്കിലും കരയിപ്പിക്കേണ്ടത് അവരെയല്ല. പിന്നെ ആരാ കരയേണ്ടതെന്നറിയോ? നിനക്ക് കബറ കുടിക്കുന്ന മനുഷ്യനെ കരയണം വാപ്പാ. നിനക്ക് കബറ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യയോട് പറയണമെന്ന് എളുപ്പമായിരുന്നു. ഇന്ന് കബറിന്റെ പണി എളുപ്പത്തിൽ തീർന്നു. അൽഹംദുലില്ലാഹ്. ഒരു വല്ലാത്ത ആനന്ദമായിരുന്നു എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന രീതിയിൽ ആ കബറ കുഴിക്കുന്നവനെ കൊണ്ട് പറയിപ്പിക്കണം ചെറുപ്പക്കാരാ.